ഈ ഐതിഹാസികമായ തീരുമാനം കൈക്കൊണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരാണ് എന്നുള്ളതിലും എനിക്ക് അഭിമാനമുണ്ട്. ഇത് നിങ്ങളുടെ വികാരങ്ങൾക്കുള്ള അംഗീകാരമാണ്, മലയാളത്തിന്റെ മഹത്തായ പാരമ്പര്യത്തിനുള്ള അംഗീകാരമാണ്. NDA सहोदरगढ़े 21वीं सदी का ये समय केरलम के लिए बहुत अहम समय है। एक ऐसा समय है जब केरलम को नया भविष्य चाहिए, नई शुरुआत चाहिए। मुझे खुशी है कि केरलम की जनता ने अब LDF और UDF के कुचक्र से बाहर निकलने का मन बना लिया है। यहां इस विशाल जनसभा में भी यही आत्मविश्वास साफ साफ दिख रहा है। त्रिशूर की जनता ने, तिरुवनंतपुरम की जनता ने, केरलम की अनेक पंचायतों ने, वहां की जनता ने बीजेपी NDA पर जो विश्वास दिखाया है, वही अब संपूर्ण केरलम करने जा रहा है। പ്രിയപ്പെട്ടവരെ, 21ാം നൂറ്റാണ്ടിന്റെ ഈ സമയമെന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. കേരളത്തിന് പുതിയ ഒരു ഭാവി ഉണ്ടാകേണ്ട സമയമാണ് ഇത്. കേരളത്തിന് ഒരു പുതിയ തുടക്കം ആവശ്യമായ സമയമാണ് ഇത്. കേരളത്തിലെ ജനത ഇടത് വലത് അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തു വരാൻ മാനസികമായി തയ്യാറെടുത്തിരിക്കുന്ന സമയമാണ് ഇത് എന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ഈ വൻജനാവലിയുടെ മുഖത്തും ആ ആത്മവിശ്വാസം വ്യക്തമായി കാണാനാകുന്നുണ്ട്. തൃശൂരിലെ ജനത, തിരുവനന്തപുരത്തെ ജനങ്ങൾ, കേരളത്തിലെ നിരവധി പഞ്ചായത്തുകളിലെ ജനങ്ങൾ, ഇവരൊക്കെ BJPയിലും NDAയിലും അർപ്പിച്ച വിശ്വാസം മുഴുവൻ കേരളവും അതേപോലെ തന്നെ NDAയിൽ വിശ്വാസം അർപ്പിക്കാൻ പോവുകയാണ്. NDA सहोदरगढ़े केरलम के पास नेचर है, कल्चर है, टैलेंट है, टेक्नोलॉजी है और विशाल सागर का आशीर्वाद भी है। इतना सारा सामर्थ्य होने के बावजूद केरलम का विकास उस गति से नहीं हुआ जैसा होना चाहिए था। कभी LDF सरकार, कभी UDF सरकार के पैटर्न ने केरलम का बहुत नुकसान किया है। इन दोनों ग्रुपों को लगता है कि 5-10 साल बाद उनकी ही बारी आएगी, इसलिए वो केरलम के विकास के लिए मेहनत नहीं करते। यही पैटर्न केरलम में करप्शन का कारण है, इसलिए यहां डेवलपमेंट के प्रोजेक्ट रोके जाते हैं। പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിന് മനോഹരമായ ഒരു ഭൂപ്രദേശമുണ്ട്, കാലാവസ്ഥയുണ്ട്, മഹത്തായ സംസ്കാരമുണ്ട്, കഴിവുള്ള ജനതയുണ്ട്, സാങ്കേതിക വിദ്യയിൽ നമ്മൾ അഗ്രഗണ്യരാണ്. നമുക്ക് വിശാലമായ കടൽ തീരം കൊണ്ട് അനുഗ്രഹീതരായ ജനതയാണ് നമ്മൾ. പക്ഷേ ഇത്രയേറെ പ്രത്യേകതകളും കഴിവുകളും ഉണ്ടായിട്ടും കേരളം അർഹിക്കുന്ന തരത്തിലുള്ള വികസനം മാത്രം, കേരളത്തിന് ഉണ്ടാകേണ്ട വികസനം മാത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിന് കാരണം കേരളം മാറി മാറി ഭരിച്ച രണ്ട് മുന്നണികളുമാണ്. മാറി മാറി ഭരിച്ച ഇടത് വലത് സർക്കാരുകളുടെ നയം മൂലം കേരളത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. 5-10 വർഷം കഴിയുമ്പോൾ ഞങ്ങളുടെ അവസരം വരുമെന്നാണ് രണ്ട് മുന്നണികളും ഒരുപോലെ കരുതുന്നത്. അതുകൊണ്ടാണ് അവർ കേരളത്തിന്റെ വികസനത്തിനായി പ്രയത്നിക്കാൻ തയ്യാറാകാത്തത്. ഈ പാറ്റേൺ കേരളത്തിന്റെ അഴിമതിക്കു കാരണമാണ്. അതുകൊണ്ട് കേരളത്തിന്റെ വികസന പദ്ധതികൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. NDA सहोदरगढ़े केरलम के तेज विकास के लिए
इस पैटर्न को तोड़ना जरूरी है। इसलिए इस बार आप यहां बीजेपी एनडीए सरकार बनाइए। आपने कांग्रेस और लेफ्ट को 70 साल से अधिक दिए हैं। अब बीजेपी एनडीए को अगले 5 साल सेवा करने का मौका दीजिए। आपको विकसित केरलम की शानदार झलक दिखने मिलेगी। आपके पास मोदी की गारंटी है, जो अब तक नहीं बदला, अब बदलेगा। अब केरलम आगे बढ़ेगा। मारा तजमारुम इनी केरलम वलारुम। പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ അതിവേഗ വികസനത്തിന് ഈ രണ്ട് മുന്നണികളും മാറി മാറി അധികാരത്തിൽ വരുന്ന രീതി അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഇത്തവണ നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻഡിഎ സർക്കാരിനെ അധികാരത്തിലേറ്റണം. ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും നിങ്ങൾ 70 വർഷത്തിലധികം സമയം നൽകി. അടുത്ത 5 വർഷം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അവസരം നൽകിയാൽ വികസിത കേരളം എന്ന അത്ഭുതകരമായ മനോഹരമായ കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. ഇതുവരെ മാറാത്തത് മാറ്റിയതിന് മോദിയുടെ ഗ്യാരണ്ടി നിങ്ങളുടെ മുൻപാകെയുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇനി കേരളവും മാറും, മാറാത്തതും മാറും, ഇനി കേരളവും വളരും. अंडे सुरदगढ़े, आज मैं विकसित केरलम के लिए बीजेपी एनडीए के रोड मैप को आपसे साझा करने आया हूं। बीजेपी एनडीए का विजन है वेलनेस और टूरिज्म के लिए केरलम फर्स्ट चॉइस हो। वेडिंग डेस्टिनेशन के लिए केरलम फर्स्ट चॉइस हो। कॉन्फ्रेंस के लिए लोग केरलम आए। कंसर्ट के लिए दुनिया केरलम को चुने। इसके लिए जरूरी है केरलम का इंफ्रास्ट्रक्चर आधुनिक हो। केंद्र सरकार जो प्रोजेक्ट दे रही है वो बिना रुकावट पूरे हो। പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപാകെ എത്തിയിരിക്കുന്നത് വികസിത കേരളത്തിനായുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻഡിഎയുടെ രൂപരേഖ, നയരേഖ നിങ്ങളുമായി പങ്കുവെക്കാനാണ്. മാനസിക ശാരീരിക സൗഖ്യത്തിനും വിനോദസഞ്ചാരത്തിനും കേരളത്തെ ഒന്നാമതെത്തിക്കുക എന്നതാണ് എൻഡിഎയുടെ ലക്ഷ്യം. വിവാഹ പാർട്ടികളുടെ ഒന്നാമത്തെ ലക്ഷ്യകേന്ദ്രമായി കേരളം മാറണം. വലിയ വലിയ സമ്മേളനങ്ങൾക്കായി ലോകം കേരളത്തിലെത്തുക എന്നതാണ് എൻഡിഎയുടെ ലക്ഷ്യം. വലിയ വലിയ സാംസ്കാരിക സംഗീത പരിപാടികൾക്കായി ലോകം കേരളത്തെ തിരഞ്ഞെടുക്കണം. ഇതാണ് എൻഡിഎയുടെ ലക്ഷ്യം. ഈ ലക്ഷ്യങ്ങളൊക്കെ സാധ്യമാകണമെങ്കിൽ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ മേഖല ആധുനികവൽക്കരിക്കപ്പെടണം, മെച്ചപ്പെടണം. ഇതിനായി കേന്ദ്രം നൽകിയ പദ്ധതികൾ തടസ്സമില്ലാതെ നടപ്പാക്കാനും പൂർത്തിയാക്കാനും കഴിയണം. साथियों, विकसित केरलम के लिए सबसे बड़ी जरूरत टूरिज्म, टैलेंट और टेक्नोलॉजी को नए अवसर देने की। लेकिन 21st सेंचुरी के पहले 25 साल में एलडीएफ और यूडीएफ ने केरलम को युवा शक्ति से वंचित कर दिया है और कांग्रेस को तो केरलम के युवाओं पर, देश के युवाओं के सामर्थ्य पर भरोसा ही नहीं है। केरलम के लोगों ने तो देखा है कि कांग्रेस के युवराज को ये भी नहीं पता कि भारत के युवा आज ड्रोन मैन्युफैक्चरिंग में
कितनी कमाल कर रहे हैं। कांग्रेस के नेता को ये भी नहीं पता कि भारत में आज अनेक कंपनियां ड्रोन बना रही हैं। उनको ये भी नहीं पता कि केरलम के ही युवा स्टार्टअप ड्रोन बना रहे हैं, जो सिर्फ अपने छोटे से दायरे में ही सिमटा हो। उसको देश का विकास नहीं दिखाई देगा, उसे केरलम के युवाओं का सामर्थ्य समझ ही नहीं आएगा। പ്രിയപ്പെട്ടവരെ, വികസിത കേരളം സാധ്യമാകണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് വിനോദസഞ്ചാര മേഖലയിൽ യുവാക്കളുടെ കഴിവ്, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലൊക്കെ പുതിയ അവസരങ്ങൾ ഉണ്ടാവുക എന്നതാണ്. എന്നാൽ ഈ നൂറ്റാണ്ടിന്റെ ആദ്യകാൽ നൂറ്റാണ്ടുകൾ 25 വർഷം ഇടത് വലത് മുന്നണികൾ കേരളത്തിലെ യുവാക്കളെ വഞ്ചിക്കുകയായിരുന്നു. കോൺഗ്രസിനാകട്ടെ കേരളത്തിലെ എന്ന് മാത്രമല്ല രാജ്യത്തെ യുവാക്കളുടെ കഴിവിൽ വിശ്വാസം പോലും ഇല്ലാതായി മാറിയിരിക്കുന്നു. ഭാരതത്തിലെ യുവാക്കൾക്ക് ഡ്രോൺ നിർമ്മാണത്തിൽ എത്രമാത്രം വൈദഗ്ധ്യമുണ്ടെന്ന കാര്യം പോലും കോൺഗ്രസിന്റെ യുവരാജാവിന് അറിയില്ല എന്ന് നാം കണ്ടു കഴിഞ്ഞു. ഡ്രോൺ നിർമ്മിക്കുന്ന കാര്യത്തിൽ നിരവധി കമ്പനികൾ ഭാരതത്തിൽ ഉണ്ടെന്ന കാര്യം പോലും ഈ കോൺഗ്രസ് നേതാവിന് അറിയില്ല. കേരളത്തിൽ തന്നെ നിരവധി യുവാക്കൾ സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഉപയോഗിച്ച് ഡ്രോൺ നിർമ്മിക്കുന്ന കാര്യവും ഇദ്ദേഹത്തിന് അറിയില്ല. ഇങ്ങനെ അവനവന്റെ കൂപമണ്ഡൂകങ്ങളായ ചിലർക്ക് ഈ രാജ്യത്തിനകത്ത് നടക്കുന്ന പരിവർത്തനം കാണാൻ സാധിക്കുന്നില്ല. അവർക്ക് കേരളത്തിലെ യുവാക്കളുടെ കഴിവിനെ മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. एनडीए सुहृदगणे, बीजेपी एनडीए केरलम के टैलेंट के साथ न्याय करके रहेगी। यहां इन्वेस्टमेंट का बेहतर माहौल बनाया जाएगा। करप्शन, रेड टेप, लैंड माफिया, हड़ताल माफिया, ऐसी हर रुकावट को बीजेपी एनडीए सरकार दूर करेगी। हम केरलम को एआई और फ्यूचर टेक्नोलॉजी का बड़ा हब बनाने के लिए मेहनत करेंगे। हम यहां स्किल डेवलपमेंट के इकोसिस्टम को नए सिरे से विकसित करेंगे। സുഹൃത്തുക്കളെ, ബിജെപി എൻഡിഎ നേതൃത്വത്തിൽ ഒരു സർക്കാർ കേരളത്തിലുണ്ടായാൽ കേരളത്തിലെ യുവാക്കളായ പ്രതിഭകളായ യുവാക്കളോട് നീതി പുലർത്തുമെന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. ഇവിടെ നിക്ഷേപം വരാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കും. വികസനത്തെ തടസ്സപ്പെടുത്തുന്ന അഴിമതി, ചുവപ്പുനാട, ഭൂമാഫിയ, ഹർത്താൽ മാഫിയ എന്നിവയെല്ലാം എൻഡിഎ സർക്കാർ തുടച്ചു നീക്കും. AI അടക്കമുള്ള ഭാവി സാങ്കേതിക വിദ്യകളുടെ കേന്ദ്രമായി ഞങ്ങൾ കേരളത്തെ മാറ്റും. ഈ കേരളത്തിലെ പ്രതിഭകൾ, അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കും. एनडीए सुहृदगणे, फिशरमैन कम्युनिटी का विकास हमारी प्राथमिकता है। बीते 11 वर्षों में भारत फिशरीज के मामले में दुनिया का दूसरा सबसे बड़ा प्रोड्यूसर बना है। केंद्र की बीजेपी सरकार ने फिशरमैन के लिए जो नीतियां बनाई, ये उसी का परिणाम है। हमारी सरकार ने ही फिशरमैन को किसान क्रेडिट कार्ड दिया। इसे केरलम सहित देश भर के 4 लाख से अधिक फिशरमैन साथियों को सस्ता लोन मिल चुका है। बीजेपी की केंद्र सरकार ने फिशरमैन को 5 लाख रुपए तक का इंश्योरेंस कवरेज दिया है। हम ब्लू इकोनॉमी को मजबूत बनाने के लिए कितने गंभीर है, उसका एक बड़ा उदाहरण विजिंजम इंटरनेशनल सी पोर्ट भी है। പ്രിയപ്പെട്ടവരെ, മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉയർച്ച എന്നതും ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ
പ്രാഥമിക ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. കഴിഞ്ഞ 11 വർഷം കൊണ്ട് ഭാരതം മത്സ്യോൽപാദനത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ രണ്ടാമത്തെ രാജ്യമായി മാറിയിരിക്കുന്നു. കേന്ദ്രത്തിലെ BJP സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കായി നടപ്പാക്കിയ പദ്ധതികളുടെ അനുവദിച്ചിട്ടുണ്ട്. പ്രയത്നത്തിന്റെ ഫലമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ തിരുവനന്തപുരത്തെ വിഴിഞ്ഞം തുറമുഖം. एनडे सौरगढ़े मैं एक और विषय पर आज आपसे चर्चा करना चाहता हूं. गल्फ में वेस्ट एशिया में जो कुछ हो रहा है उससे आप सभी का चिंतित होना बहुत स्वाभाविक है. हमारे लाखों भाई बहन वहां काम करते हैं, लेकिन साथियों आपको याद रखना है आज देश में बीजेपी एनडीए की सरकार है. जब भी हमारा कोई देशवासी संकट में पड़ा हमने उसे सुरक्षित बचाने के लिए पूरी ताकत लगा दी. इराक में फंसी नर्सों को बचाने की बात हो या यमन के आतंकवादियों के चंगुल से फादर टॉम को आजाद कराने का काम आज का भारत अपने नागरिकों को संकट में अकेला नहीं छोड़ता. फादर एलेक्सिस प्रेम कुमार को भी हम अफगानिस्तान से सुरक्षित वापस लाए. आज भी हमारा प्रयास है कि युद्ध के हालत में फंसे भारतीयों को सुरक्षा मिले, हर संभव सुविधा मिले. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വിഷയം കൂടി നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുകയാണ്. അത് നമ്മുടെ പ്രവാസി സഹോദരങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധസമാനമായ സാഹചര്യത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആശങ്ക ഉണ്ടാവുക സ്വാഭാവികമാണ്. കാരണം നമ്മുടെ ലക്ഷക്കണക്കിന് സഹോദരീ സഹോദരന്മാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇന്ന് രാജ്യം ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യമാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു പൗരൻ ഒരു കുഴപ്പത്തിലകപ്പെട്ടാൽ, അവർക്ക് ഏതെങ്കിലും ദുരിതകാലമുണ്ടായാൽ അവരെ സുരക്ഷിതമായി തിരികെ എത്തിക്കാൻ പൂർണ്ണമായ ശക്തിയും നാം ഉപയോഗിക്കുന്നുണ്ട്. അത് ഇറാഖിൽ അകപ്പെട്ട നഴ്സുമാരെ രക്ഷിക്കുന്ന കാര്യത്തിലായാലും, യമനിൽ തീവ്രവാദിയുടെ പിടിയിൽ നിന്ന് ഫാദർ ടോം ഉഴുന്നാലിനെ മോചിപ്പിക്കുന്ന കാര്യത്തിലായാലും, ഭാരതത്തിന്റെ ഒരു പൗരനെയും അവരുടെ കഷ്ടകാലത്ത് ഉപേക്ഷിക്കുന്ന ഭാരതമല്ല എന്നുള്ളത്. താലിബാൻ ഭീകരരുടെ തടവിലായിരുന്ന ഫാദർ അലക്സിസ് പ്രേംകുമാറിനെ നാം സുരക്ഷിതമായി തിരികെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാം പ്രയത്നിക്കുന്നത് ഈ യുദ്ധകാലത്ത് പശ്ചിമേഷ്യയിൽ ദുരിതമനുഭവിക്കുന്ന ഭാരതീയർക്ക് സാധ്യമായ എല്ലാ സുരക്ഷയും നൽകുക എന്നതാണ് ഇപ്പോൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. मुझे संतोष है कि गल्फ के हमारे सभी मित्र देशों की सरकारें भी हमारे देश के नागरिकों का पूरा ध्यान रख रही है. मैं उन सभी सरकारों का भी आभारी हूं. वहां हर देश पे जो हमारी एम्बेसीज है, हमारे मिशन है, वे 24/7 उनकी मदद कर रहे हैं. किसी को भी खाना पीना चाहिए, मेडिकल हेल्प चाहिए, रहने के लिए हेल्प चाहिए, कानूनी सहायता चाहिए, ये सब सुनिश्चित किया जा रहा है. लेकिन साथियों, ये बहुत बड़ा दुर्भाग्य है कि कांग्रेस पार्टी इतने बड़े वैश्विक संकट में भी राजनीति ढूंढ रही है. कांग्रेस पार्टी जानबूझकर उकसाने वाले बयान दे रही है, गैर जिम्मेवार बयान दे रही है, ताकि स्थितियां बिगड़ जाएं, हमारे लोग वहां संकट में फंस जाएं,
और फिर ये लोग मिलकर मोदी को गालियां देने का रील बनाने का अभियान शुरू कर सकते